പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് രാജവംശത്തെ പരിചയപ്പെടുത്തി തരാം. കേരളത്തിന്റെ ഉത്ഭവം, കേരളത്തിലെ രാജവംശങ്ങളെല്ലാം അങ്ങേയറ്റത്ത് മൂഷിക രാജവംശവും അതിൽ നിന്നൊരംശം ഇങ്ങോട്ട് വന്നു ഇങ്ങേയറ്റത്ത് ആയി രാജവംശവും, വടക്കേ അറ്റത്ത് മൂഷിക രാജവംശവും തെക്കേ അറ്റത്ത് ആയി രാജവംശവും. ഇതാണ് കേരളത്തിന്റെ ചരിത്രം പഠിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോ മൂഷിക് രാജവംശത്തിന്റെ തന്നെ ഒരംശമാണ് ആയി രാജവംശം എന്നാണ് പറയുക. പിന്നെ പിന്നെ പല പല അംശങ്ങളായിട്ടതൊക്കെ പിരിഞ്ഞു പോയി എങ്കിലും ആ ഒരു അംശത്തിൽപ്പെട്ട വിശ്വാമിത്ര ഗോത്രത്തിൽ ഒരു സൂര്യവംശ ജാതകൻ, അങ്ങനെ തന്നെ പറയാം, ഒരു സൂര്യവംശി, വിശ്വാമിത്ര ഗോത്രത്തിലെ സൂര്യവംശിയാണ് നോം. താനൂർ സ്വരൂപമാണ് നമ്മുടെ കോഴിക്കോട് സാമൂതിരി അല്ല. ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കോഴിക്കോട്ട് സാമൂതിരി അല്ല, താനൂർ സ്വരൂപമാണ്. വെട്ടത്ത് രാജവംശം എന്നാണ് പറയുക, പണ്ടത്തെ പെരുമ്പടപ്പിൻ്റെയൊക്കെ അവകാശികൾ. അപ്പോൾ അങ്ങനെയുള്ള താനൂർ സ്വരൂപത്തിലെ ഒരു യോഗാതിരിപ്പാട് എന്ന സ്ഥാനമാണ് നമുക്കുള്ളത്. യോഗാതിരിപ്പാട് എന്ന് വെച്ചാൽ ഇപ്പം ഒന്നും അറിയപ്പെടില്ല, ബ്രഹ്മർഷി സ്ഥാനാണ് യോഗാതിരിപ്പാടിന്. ജനുവരി 9, ഈ കഴിഞ്ഞ ജനുവരി 9-നാണ് നമ്മുടെ അരീട്ടുവാഴ്ച കഴിഞ്ഞത്. പട്ടാഭിഷേകം കഴിഞ്ഞ് ആയത് ഈ കഴിഞ്ഞ ജനുവരി 9-നാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം ഇപ്പൊ കഴിഞ്ഞൊരു യോഗാതിരിപ്പാട് അരീട്ടുവാഴ്ച നടന്നത് 16-ാം നൂറ്റാണ്ടിലായിരുന്നു എന്നാണ് ചരിത്രം പറയണത്. നമ്മെ ഒരു അമ്പോറ്റി തമ്പുരാൻ എന്നൊക്കെ പറയുന്ന ആളുടെ ഒരു വീഡിയോ ആയിരിക്കും തോന്നുന്നു. അമ്പോറ്റി തമ്പുരാൻ്റെ വീഡിയോ ആ സംഭവമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വെട്ടത്ത് രാജവംശത്തിൻ്റെ ആരുമല്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വെട്ടത്ത് രാജവംശമായിട്ട് ബന്ധമുള്ള ആളാണ് എന്ന് തെളിയിക്കാനുള്ള യാതൊന്നും ഇല്ല. പിന്നെ അദ്ദേഹം പറയുന്നത് തൃക്കണ്ടിയൂർ തൃപ്പറങ്ങോട് നിന്ന് പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആദ്യം വിശ്വസിച്ചു, പിന്നീടാണ് അതൊന്നും അല്ല എന്നുള്ളത് എനിക്കും തോന്നിയത്, ബോധ്യപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹം രാജവംശവുമായിട്ടോ രാജകുടുംബവുമായിട്ടോ ഒന്നും ബന്ധമില്ല. അദ്ദേഹം വെട്ടത്ത് രാജാവുമല്ല, വെട്ടത്ത് രാജാവ് എന്ന രീതിയിൽ പറയാൻ വയ്യ. കാരണം അവരാ പരമ്പരയിൽപ്പെട്ടുള്ള ആൾക്കാർ എത്രയോ തലമുതിർന്ന വയസ്സായ ആൾക്കാരുണ്ട്. അവർ പോലും ഇന്നേ വരെ ഈ ഒരു രാജാവായിട്ട് അവരോധിക്കപ്പെട്ടിട്ടൊന്നുമില്ലേ. അവർ അവകാശവാദം പറഞ്ഞു. അപ്പോൾ അവർ വെട്ടത്ത് രാജവംശമായിട്ടൊരു ബന്ധമുള്ള ആളല്ല ഈ അമ്പോറ്റി തമ്പുരാൻ എന്ന് തന്നെ കരുതേണ്ടതുണ്ട്. അല്ല എന്ന് തന്നെയാണ്. കാരണം അങ്ങനെയാണെന്ന് ഞാനും എവിടെയും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ മനസ്സിലാക്കിയതിലെ തെറ്റിദ്ധാരണ കാരണം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.